ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു പലഹാരമായ പല്ലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾക്ക് ഈ പല്ലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമേ. ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് 1 കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. പത്തിരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് എടുക്കേണ്ടത്. തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഈ പല്ലപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ പല്ലപ്പം കഴിച്ചിട്ടുണ്ടാകും. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ സൽക്കാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നൊരു പലഹാരമായിരുന്നു കേട്ടോ ഈ പല്ലപ്പം. ഞങ്ങളൊക്കെ തറവാട്ടിലെ ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടതിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് സൽക്കരിക്കുമല്ലോ, അപ്പോഴൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു പ്രധാന പലഹാരമായിരുന്നു കേട്ടോ പല്ലപ്പം. നമ്മളെ വേവിച്ച് വെച്ച പൊടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് എള്ള് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ വെള്ളവും പൊടിയും എടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാണ്ട് കിട്ടണമെങ്കിൽ ആ ഒരളവിൽ പൊടിയും വെള്ളവും എടുക്കണേ. പൊടി കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കായ പൊടിച്ചതും കുറച്ച് നല്ല ജീരകവും ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ അവിലാണ് ചേർക്കണത്. അവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനി വേണമെങ്കിൽ അവിൽ സ്കിപ്പ് ചെയ്തിട്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിൽ ചേർത്താലും മതി. തേങ്ങയും അവിലും പഞ്ചസാരയും നല്ല ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മാവ് ഒരു പത്തിരി പ്രസ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. മാവ് പരത്തുമ്പോഴേ പത്തിരിയുടെ അത്രയും വലുപ്പം വേണ്ട കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ പരത്തല്ലോ, അത്ര വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. കുറച്ച് മാവെടുത്തിട്ട് ചെറുതായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വെക്കുമ്പോഴേ ഒരുപാട് അങ്ങോട്ട് നിറച്ച് വെക്കേണ്ട കേട്ടോ. ഒരു 1.5 സ്പൂൺ വെച്ചാൽ മതിയാകും. കുറച്ച് മാവെടുത്തിട്ട് ഇതേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. നമ്മളെ വിരൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതിയേ. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് വിട്ടു പോകാണ്ടിരിക്കാനോ ഈ അപ്പത്തിനൊരു വെറൈറ്റി ഷേപ്പ് കൊടുക്കാനുമാണ് കേട്ടോ ഈ രീതിയിൽ നമ്മളിത് സീൽ ചെയ്തെടുക്കണത്. നമ്മുടെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ പലഹാരം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. ഇന്നിപ്പം കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നുകൊണ്ട് തന്നെ രാവിലെ മോൾക്ക് ഇതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ടേ ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മളെ പല്ലപ്പൊക്കെ അതാ പൊരിക്കാൻ പാകത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഓയിലും പൊരിച്ചെടുക്കാമേ, പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ പല്ലപ്പം വീതം അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോഴേ ഒരുപാട് കളറൊന്നും മാറിപ്പോകണ്ട കേട്ടോ. ഈ അപ്പം അതിൻ്റെ വെള്ള കളറിൽ കാണാൻ തന്നെയാണ് ഭംഗി. ഇതിന് ഒരുപാട് സമയത്തെ വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ പലഹാരം. നമ്മുടെ നാട്ടിൻപുറത്തെ പലഹാരമായ പല്ലപ്പൊക്കെ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എരിവുള്ള ഫില്ലിങ് വെച്ചിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.